करनी सवारी रुकनी चाहिए। അഹമ്മദാബാദിൽ വിമാന ദുരന്തത്തിൽ 241 മരണം. ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിൽ വിമാനം വീണ് ദുരന്തം. 5 വിദ്യാർത്ഥികളും മരിച്ചു. കൊല്ലപ്പെട്ടവരിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും. വിമാനത്തിൽ പക്ഷിയിടിച്ചെന്ന DGCA. അപകടത്തിൽപ്പെട്ടത് എയർ ഇന്ത്യയുടെ ഏറ്റവും സുരക്ഷിത വിമാനമായ ഡ്രീം ലൈനർ. അപകടത്തിൽ ജീവൻ രക്ഷപ്പെട്ടത് ഒരേ ഒരു യാത്രക്കാരൻ. വിശ്വാസ് കുമാർ രമേശിന് നിസ്സാര പരിക്കുകൾ മാത്രം. തെറിച്ചു വീണെന്ന് വിശ്വാസ്. ചുറ്റും മൃതദേഹങ്ങളായിരുന്നുവെന്നും പ്രതികരണം. അപകടത്തിൽ മരിച്ചവരിൽ മലയാളി നഴ്സും. മരിച്ചത് തിരുവല്ല പുല്ലാട് സ്വദേശി രഞ്ജിത ജി നായർ. UK-യിൽ നഴ്സായ രഞ്ജിത അപകടത്തിൽപ്പെട്ടത് 4 ദിവസത്തെ അവധി കഴിഞ്ഞു മടങ്ങുമ്പോൾ. ദുരന്തം ഹൃദയഭേദകമെന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. അമിത്ഷാ അടക്കം മന്ത്രിമാരുടെ സംഘം അഹമ്മദാബാദിൽ. 1 കോടി രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ച് ടാറ്റ ഗ്രൂപ്പ്. കേരള തീരത്ത് കപ്പൽ മുങ്ങിയതിൽ കർശന നടപടിയുമായി ഹൈക്കോടതി. ഇപ്പോൾ വിഴിഞ്ഞത്തുള്ള ഇതേ കമ്പനിയുടെ മറ്റൊരു കപ്പൽ തടഞ്ഞുവെക്കാൻ ഉത്തരവ്. നഷ്ടപരിഹാരം ഈടാക്കണം. കമ്പനിക്ക് ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ നോട്ടീസ്. തീപിടുത്തമുണ്ടായ സിംഗപ്പൂർ കപ്പൽ പുറം കടലിലേക്ക് നീക്കി. വെൽഫെയർ പാർട്ടി പിന്തുണ തിരിച്ചടിക്കാതിരിക്കാൻ കോൺഗ്രസ്. സമസ്ത അധ്യക്ഷൻ ജിഫ്രി തങ്ങളെ KPCC അധ്യക്ഷൻ നേരിട്ട് കണ്ടു. ഇപ്പോഴത്തേത് തെരഞ്ഞെടുപ്പ് ധാരണ മാത്രമെന്ന് സണ്ണി ജോസഫ്. ഒരു സ്ഥാനാർത്ഥിക്കും പിന്തുണ പ്രഖ്യാപിക്കാനില്ലെന്ന് സമസ്ത. കത്തോലിക്ക കോൺഗ്രസ് UDF-നെതിരെ അല്ലെന്ന് VD സതീശൻ. ഇന്നലത്തെ പ്രസ്താവന കാസയുമായി ബന്ധമുള്ളവരുടേത്.